നമസ്കാരം. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു വാര്യർ. ഒരു നല്ല ഹിറ്റ് ചിത്രം നടി മഞ്ജു വാര്യരുടെ സിനിമാ ജീവിതത്തിൽ പിറന്നിട്ട് നാളുകൾ ഏറെയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റിലീസിന് തയ്യാറെടുക്കുന്ന ഫൂട്ടേജ് എന്ന സിനിമയെക്കുറിച്ച് പ്രേക്ഷകർക്കും വലിയ പ്രതീക്ഷയുണ്ട്. പോസ്റ്റർ റിലീസ് ചെയ്തപ്പോൾ മുതൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമയാണ് ഫൂട്ടേജ്. മഞ്ജു വാര്യർക്ക് പുറമെ വിശാഖ് നായർ, ഗായത്രി അശോക് എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. എഡിറ്റർ സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം കൂടിയാണ് ഫൂട്ടേജ്. സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത്. അനുരാഗ് കശ്യപാണ് ചിത്രം അവതരിപ്പിക്കുന്നതെന്നതും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം തന്നെയാണ്. സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ വയലൻസ് രംഗങ്ങളും മറ്റും ചിത്രത്തിൽ ഉണ്ടാവുമെന്ന് ഉറപ്പായതുമാണ്. ഫൗണ്ട് ഫൂട്ടേജ് എന്ന ഫിലിം ജോണറിലാണ് ചിത്രം ഒരുങ്ങുന്നത്. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ക്രൂവിനൊപ്പം അഭിമുഖങ്ങളിലെല്ലാം മഞ്ജു സജീവമായി സാന്നിധ്യമുണ്ട്. എത്രയേറെ പുതിയ നടിമാർ മലയാളത്തിൽ വന്നാലും മലയാളികൾക്ക് എന്നും പ്രിയങ്കരി മഞ്ജു തന്നെയാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ആ സ്നേഹം സിനിമയിൽ വന്ന കാലം മുതൽ ഇന്ന് വരെയും മഞ്ജുവിന് ലഭിക്കുന്നുണ്ട്. എന്നാൽ 20 വർഷത്തിലേറെമായി തെന്നിന്ത്യൻ സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന പ്രിയ നടിക്ക് ഒരു കാലത്ത് ക്യാമറയും തിയേറ്ററും ഭാഗമായിരുന്നുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ അത് സത്യമാണ്. ക്യാമറയുടെ ഫ്ലാഷ് അടിയുന്നത് കണ്ടാൽ വാവിട്ട് കരയുന്ന പ്രകൃതമായിരുന്നു അത്രേ മഞ്ജുവിന്. അതുപോലെ കള്ളം പറഞ്ഞാണത്രേ കുടുംബം മഞ്ജുവായി തിയേറ്ററിൽ പോയിരുന്നത്. എന്നാൽ ക്യാമറയോടും തിയേറ്ററിനോടുമുള്ള ഭയം ഇല്ലാതായത് എപ്പോഴാണെന്ന് മഞ്ജുവിന് വലിയ ധാരണയുമില്ല. ഒരു പ്രമുഖ മാധ്യമത്തിന് ഫൂട്ടേജ് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് ക്യാമറയോടും തിയേറ്ററിനോടുമുള്ള ഭയത്തെക്കുറിച്ച് മഞ്ജു വാചാലയായത്. ഒപ്പം നീന്തൽ അറിയാതെ ബെറ്റിന്റെ പുറത്ത് കായലിൽ ചാടി അനുഭവവും നടി പങ്കുവെക്കുന്നുണ്ട്. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തായിരുന്നു നീന്തൽ അറിയാതെ താരം വെള്ളത്തിൽ ചാടിയതെന്നാണ് പറയുന്നത്. ഫ്ലാഷ് അടിക്കുന്ന ക്യാമറ കാണുമ്പോൾ ഞാൻ അലറിക്കരയുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓണത്തിന്റെ സമയത്ത് പൂക്കളത്തിന് മുന്നിൽ എന്നെ നിർബന്ധിച്ച് പിടിച്ചിരുത്തിയപ്പോൾ കരയുന്ന എന്റെ ഫോട്ടോ ഇപ്പോഴും വീട്ടിലുണ്ട്. അതുപോലെ സിനിമയ്ക്ക് കൊണ്ടുപോയിരുന്നത് വേറെ എവിടെയോ പോകുന്നുവെന്ന് കള്ളം പറഞ്ഞൊക്കെയാണെന്നും നടി പറയുന്നു. ആ ഭയം എപ്പോഴാണ് മാറിയതെന്ന് അറിയില്ല. ഞാനും ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ക്യാമറയും തിയേറ്ററും പേടിയായിരുന്ന എന്റെ ലൈഫ് തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടല്ലോ എന്ന് മഞ്ജു പറഞ്ഞു. കണ്ണെഴുതി പൊട്ടും തൊട്ട് സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് നീന്തൽ അറിയാതെയാണ് കായലിൽ ചാടിയതെന്നും അതിന് പിന്നിലെ കാരണവും മഞ്ജു വെളിപ്പെടുത്തുന്നുണ്ട്. അന്ന് നീന്തൽ അറിയാതെ വെള്ളത്തിൽ ചാടിയതിന് പിന്നിൽ ഒരു ബെറ്റിന്റെ കഥയുണ്ട്. ആ സിനിമയിലായിരുന്നു ആദ്യമായി അകേല ക്യാമറ ക്രെയിൻ എന്നൊരു സംവിധാനം ഉപയോഗിച്ചത്. അതിൽ ഫസ്റ്റ് ഷോട്ട് ആർക്ക് കിട്ടും എന്നൊരു മത്സരമുണ്ടായിരുന്നു. വെറുതെ പറഞ്ഞു ഉണ്ടാക്കിയതാണ്. ചെളിവെള്ളമായിരുന്നു. അതിലേക്ക് എടുത്തു ചാടിയാൽ ഫസ്റ്റ് ഷോട്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞു. ആർക്ക് ഫസ്റ്റ് ഷോട്ട് കിട്ടുമെന്നത് സംബന്ധിച്ച് ബിജു ചേട്ടനും ഞാനും ബെറ്റ് വെച്ചു. അതിനായി ഞാൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ക്രെയിനിൽ കോമ്പിനേഷൻ ഷോട്ടായിരുന്നു ആദ്യം. നിലയില്ല, കയമൊന്നുമല്ലായിരുന്നു. പക്ഷേ നീന്തൽ അറിയില്ലായിരുന്നുവെന്നും മഞ്ജു പഴയ ഓർമ്മ പങ്കിട്ടുകൊണ്ട് പറയുന്നു. പുതിയ ചിത്രമായ ഫൂട്ടേജ് സർട്ടിഫിക്കറ്റ് ആണെന്ന വിവരം നടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. തന്റെ സിനിമ കുട്ടികളടക്കമുള്ള കുടുംബമാണ് കാണാൻ വരുന്നത്. ഈ സിനിമയുടെ പ്രകൃതം വ്യത്യസ്തമാണ്. അത് മുൻകൂട്ടി എന്റെ പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്നും സിനിമയുടെ തന്നെ പ്രൊമോഷൻ പരിപാടിക്കിടെ മഞ്ജു വ്യക്തമാക്കുന്നുണ്ട്. ഈ പരിപാടിയിലെ മഞ്ജു തന്റെ പേടികളെ കുറിച്ചും തുറന്നു പറഞ്ഞിരുന്നു. പൊതുവെ അങ്ങനെ പേടിയില്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ പടക്കം പൊട്ടുന്നത് പേടിയാണ്. കുട്ടിക്കാലത്തെ ഉള്ളതാണ്. ഇപ്പോഴും അവാർഡ് ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ചെവിയൊക്കെ പൊത്തിയാണ് ഇരിക്കുന്നത്. എനിക്ക് ഡാർക്ക്നെസ് ഓക്കെയാണ്. ഒരു ഹൊറർ സിനിമ ഇരുന്ന് കണ്ടു കഴിയുമ്പോൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമൊക്കെ നോക്കും. അത്രയേ ഉള്ളൂ, മഞ്ജു പറയുന്നു.